PR ജോയി വിചാരിച്ച എന്തൊക്കെ നടക്കുമെന്ന് നിനക്കറിയില്ല. സകല മാഗസിൻ വഴി തൊലച്ചുകളയും ഞാൻ. ആ അങ്ങനെ മര്യാദക്ക് സംസാരിക്കും. അജേട്ടാ ഗുഡ് മോർണിംഗ്. അജേട്ടാ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാടോ വാർത്താ വിതരണം? ഒറ്റപ്പാലത്തായിരുന്നു. രമേഷ് കൃഷ്ണന്റെ ക്ലൈമാക്സ് ഇന്നലെ തീർത്തു. ഇന്ന് പാക്കപ്പാ. ഇനി ഒന്ന് കണ്ണൂര് പോണം. പ്രശാന്ത സോങ് എടുക്കുന്നു. നമിതയുടെ ഐറ്റം ഡാൻസാ. ഈ രമേഷ് കൃഷ്ണൻ പടം അതെങ്ങനെ ഇരിക്കും? ഒരിക്കലും സബ്ജക്റ്റ് അവൻ എന്നോട് പറഞ്ഞതാ. അതിൽ വലിയ കാര്യമൊന്നുമില്ലെന്നേ. ചേട്ടനത് വിട്ടത് നന്നായി. പുതിയ പിള്ളേർ വരുന്നുണ്ട്, പക്ഷെ ഒരു പുതിയ സബ്ജക്റ്റ് ആരും പറയുന്നില്ല. ആകെ ഒരു ഡിഫറെന്റ് സബ്ജക്റ്റുമായിട്ട് വന്നു എന്ന് പറയാവുന്നത് ആ ചെറുക്കനേ ഉള്ളൂ, അക്ബർ അഹമ്മദ്. അവൻ കൊള്ളാം. അവന്റെ പുതിയ പടം നടക്കാൻ പോകുന്നു. നമ്മുടെ ശിവൻകുട്ടി ആ പ്രൊഡ്യൂസർ. ഒരു സംഗതി ഞാൻ രഹസ്യമായി മണത്തറിഞ്ഞു. അവൻ ചെയ്യാൻ പോണ കഥ ചേട്ടന്റെയും മാളവികയുടെയും ലൈഫാന്നാ. എന്ത് സംഗതി അറിഞ്ഞ സോഴ്സ് സോളിഡാ. അങ്ങനെ വന്ന പണിയാവില്ലേ? ചുമ്മാ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം. മൂർത്തി, പ്രൊഡ്യൂസർ ശിവൻകുട്ടിയോ? ഡേറ്റ് എന്ന് പറഞ്ഞ് ഡെയിലി വിളിയായിരുന്നു. ഇപ്പൊ എന്തായാലും കുറച്ചാളായിട്ട് ശല്യമില്ല. എന്തിനാ അയാളെ വിളിക്കുന്നേ? ഡേറ്റ് കൊടുക്കാൻ. അയ്യോ, 10ന്റെ കാശില്ല അവന്റെ കയ്യില്. വേണ്ട, വിളിച്ച് ഡേറ്റ് കൊടു. അക്ബർ അഹമ്മദ് ആയിരിക്കണം സംവിധായകൻ. താനും കൂടെ പോയി കണ്ട് അവനെ ഫിക്സ് ചെയ്യും. അവൻ ചെയ്യാൻ പോകുന്ന പടത്തിന്റെ കഥ എന്തായിരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. Nice breakfast. Thanks, Susie. ഞാൻ അവരെയും കൊണ്ട് പോട്ടയാക്കി വയനാട്ടിൽ ചെന്ന് മഞ്ഞിന്റെ കോടയുടെ ഒക്കെ പടം എടുത്ത് കൊടുക്കട്ടെ. നടക്കട്ടെ. Okay, bye-bye. See ya, have fun. Okay. കണ്ടോ മൂർത്തിയണ്ണ, ഫസ്റ്റ് പടം തന്നെ സൂപ്പർ ഹിറ്റാക്കിയ സംവിധായകൻ കണ്ടവൻ തിന്നിട്ട് പോയി എച്ചിലുമായിരുന്നത്. ഓരോരുത്തന്മാര് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓടി നടന്ന് അഡ്വാൻസ് വാങ്ങിക്കും ഒരൊറ്റ പടം ഹിറ്റായാൽ. ഇതാ ഞാൻ വരുന്ന വഴിക്ക് പറഞ്ഞത്, ഇത് ഐറ്റം വേറെയാന്ന്. ശിവൻകുട്ടി, ഞാൻ അടുത്ത പടം തനിക്ക് വേണ്ടി ചെയ്യാവുന്ന വാക്ക് തന്നിരിക്കുന്നത്. ഈ സുഖിപ്പിക്കൽ കാരണം അത് 4 പടം ആവില്ല. മൂർത്തിയണ്ണ ഇരിക്ക്. ഹക്കിക്ക് ആളെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇല്ല. ചേടാ, മൂർത്തിയണ്ണൻ അജയൻ ചേട്ടന്റെ ആരാന്നാ പറയേണ്ടത്? മാനേജരോ സെക്രട്ടറിയോ പാർട്ട്ണറോ? എന്റെ അക്ബർ സാറേ, ഞാൻ അജയൻ സാറിന്റെ മേക്കപ്പ് മാനാ മൂർത്തി. അത് പണ്ട്. ഇപ്പോഴും അത് തന്നെ. എനിക്കറിയില്ല എന്ന് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന്റെ സിനിമകളിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഐ മീൻ അസിസ്റ്റന്റ് ആയിട്ടൊന്നും. എന്നാൽ അത് ഈ സെപ്റ്റംബറിൽ നടക്കാൻ പോവുക. നമ്മുടെ പ്രൊജക്റ്റിൽ അജയൻ ചേട്ടനാ ഹീറോ. നമ്മുടെ പ്രോജക്റ്റ്, അതിന്റെ കാസ്റ്റിംഗ് ഒന്നും ആയിട്ടില്ലല്ലോ. അങ്ങോര് എന്നെ വിളിച്ച് ഡേറ്റ് തന്നു മോനെ. അത് പറഞ്ഞുറപ്പിക്കാനാ മൂർത്തിയണ്ണ എന്റെ ഒപ്പം വന്നിരിക്കുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്ന പടത്തിൽ അദ്ദേഹത്തിന് റോൾ ഉണ്ടെന്ന് ശിവൻകുട്ടിയോട് ആരാ പറഞ്ഞത്? അതിനല്ലേ സാറേ സെപ്റ്റംബർ. ശരിക്കും ഒരു ഹിന്ദി തുടങ്ങാനിരുന്നതാ. അത് മാറ്റി വെച്ചിട്ടുണ്ടാക്കിയ ഡേറ്റാ. സാറിന്റെ ഫസ്റ്റ് പടം പുള്ളിക്ക് നന്നേ ബോധിച്ചു. അത് നല്ലത്. പക്ഷെ പുള്ളിക്കാരനോട് പറയൂ, അറ്റ് പ്രസന്റ് അദ്ദേഹവുമായി ചേർന്നുള്ളൊരു സിനിമ എൻ്റെ മനസ്സിലില്ല. പിന്നെ അദ്ദേഹത്തെ പോലെ വലിയ സ്റ്റാർസിന്റെ ഡേറ്റ് വാങ്ങിച്ചിട്ട് പിന്നെ കഥ ഉണ്ടാക്കുന്ന രീതി, അതും എനിക്കറിയില്ല. അക്ബറെ, താൻ എന്ത് മണ്ടത്തരായി പറയുന്നത്? 2014 വരെ ഡേറ്റ് ഇല്ലാത്ത ആളാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ച് പടം തുടങ്ങാൻ പറയും. തുടങ്ങിക്കോളൂ. ഐ ഹാവ് നോ ഒബ്ജെക്ഷൻസ്. സംവിധായകനെയും താൻ സംഘടിപ്പിച്ചു. അക്ബറെ, ശിവൻകുട്ടി, ഞാൻ നൽകിയ ആഹാരം കഴിച്ചവരുടെ എച്ചിലേ ഞാൻ വരാറുള്ളൂ. സിനിമാ പ്രഭുക്കന്മാരുടെ ധാർഷ്ട്യത്തിന്റെ എച്ചിൽ വരാൻ തന്നെ പോലുള്ളവരെ കിട്ടും. അത് താൻ ചെയ്തോ? ശിവൻകുട്ടി, നമുക്കിറങ്ങാം. അതെ, ഇത്ര ജാട പാടില്ല സാറേ. ഞാനേ കൊല്ലം 10-25 ഈ ഫീൽഡിൽ ഒരുപാട് പേരുടെ ഉദയവും അസ്തമയവും ഒക്കെ കണ്ടതാ. അതുപോലൊരാളെ ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നിരിക്കണം. ഇപ്പോഴല്ല, പിന്നീട്. ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയുടെ സ്ക്രിപ്റ്റിങ്ങിന് അതെന്നെ സഹായിക്കും. അപ്പോ ആ കഥ ചെയ്യാൻ തന്നെയാണ് ഇയാളുടെ പ്ലാൻ അല്ലേ? അതെ. ഖേദിക്കേണ്ടി വരും. പടം മോശമായാൽ തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ ശ്രമിക്കുന്നത് അത് നന്നാക്കാനാണ്. അജയചന്ദ്രൻ സാറിനോട് പറയണം, മയ്യമ്പർത്ത് അഹമ്മദിന്റെ മകൻ മദ്രസയിൽ പോകുന്ന പ്രായമൊക്കെ കഴിഞ്ഞ് വലിയ കുട്ടിയായിരുന്നു. മൂർത്തിയണ്ണൻ ചെല്ല്. Casablanca. Hello, sir. How was your day? Fine.
അക്ബർ എവിടെ? ഇപ്പൊ വിളിക്കാം. സംവിധായക, നിന്നെ കാണാൻ പ്രൊഡ്യൂസർ വന്നിരിക്കുന്നു. ആര്, ശിവൻകുട്ടിയോ? ശൈവനല്ല, വൈഷ്ണവനാണ്, കൃഷ്ണദാസ്. ഓ എടി, നിന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇനി മുടി അഴിച്ചിട്ട് ഇതിനകത്ത് കയറിയാ തൂക്കിയെടുത്ത് കായലി കളയാൻ. കേട്ടടി. നമസ്കാരം ചേട്ടാ. ആ, കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ള അക്ബറിന്റെ കഫ്റ്റീരിയെ കുറിച്ച്. കലക്കൻ ആംബിയൻസ്. താങ്ക് യു. നമുക്ക് പുറത്തേക്ക് ഇരിക്കാം. ഓ ഷുവർ. ഓ, മുഖവരയില്ലാതെ കാര്യത്തിലേക്ക് കിടക്കാം. ശിവൻകുട്ടിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാനിരുന്ന പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ആ, വേറെ കമ്മിറ്റ്മെന്റ് ഒന്നും ആയിട്ടില്ലെങ്കിൽ. ശിവൻകുട്ടി മാറാനുള്ള കാരണം അറിയൂ? ആ സബ്ജക്റ്റിന്റെ ചില... അറിയാം. എനിക്ക് വേണ്ടത് അക്ബർ അഹമ്മദിന്റെ പടമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അത് പാടില്ല. ആ സബ്ജക്റ്റ് കേൾക്കണം. പറയാനുള്ള കമന്റ്സും സജഷൻസും എനിക്കറിയണം. എന്നിട്ട് സമയമെടുത്ത് ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതി. ഓക്കെ, കഥ കേൾക്കാൻ ഞാൻ മറ്റൊരു വരവ് വരാം. ഇപ്പോൾ എനിക്കിത് കൈ തന്നാൽ മതി. വി ആർ ഡൂയിങ് ദാറ്റ് ഫിലിം. ഷുവർ. ബൈ. നമ്മൾ കാത്തിരുന്ന പോലൊരാൾ, സെൻസിബിളായ ഒരു പ്രൊഡ്യൂസറെ കിട്ടി. പ്രൊഡ്യൂസർ കൃഷ്ണദാസ് എന്ന് പറഞ്ഞാൽ മതി. ജിമ്മി, അത് നോക്കി. ചെല ഈ അജയൻ ചേട്ടൻ്റെയും മാളവികയുടെയും ലൈഫ് ഞാൻ ആലോചിച്ചതാണ് ചെയ്യാൻ. സ്ക്രിപ്റ്റിംഗ് ഒക്കെ തുടങ്ങിയതുമാണ് ശരിക്കും. പക്ഷേ അക്ബറിന് അത് നന്നായി ചെയ്യാൻ കഴിയും, ഐ എം ഷുവർ. സാറിൻ്റെ ഒരു പടത്തിൽ അവർ രണ്ടുപേരും... ആ, അത് പിന്നീടാ. എൻ്റെ ആദ്യ പടം. അന്ന് ഞാൻ തിരക്കുള്ള അസോസിയേറ്റ് ആയിരുന്നു. അജയൻ ചേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഡേറ്റ് തരുമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവർക്കിടയിൽ എന്തോ പൊട്ടലും ചീറ്റലും ഒക്കെ നടന്നതായി ഗോസിപ്പുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ആഗ്രഹം അവർ ഒരുമിച്ച് ഒരു സിനിമയായിരുന്നു. മദ്രാസിലെ വീട്ടിൽ ചെന്ന് അവരെ കണ്ട് കാര്യം പറയാൻ ഞാനും പ്രൊഡ്യൂസറും കൂടെ പോയതുമാണ്. അപ്പോഴാണ് അറിയുന്നത് അവർ കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച് വിജയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന്. ആത്മഹത്യാശ്രമം. പിന്നീട് 92-ൽ എൻ്റെ കാലം എന്ന് പറഞ്ഞ സിനിമയിലാണ് അക്ബർ പറഞ്ഞ പോലെ അവർ ഒരുമിച്ച് അഭിനയിച്ചത്. ചേട്ടാ, ഈ സീനിൽ മണമ്പള്ളി തിരുമേനി ചേട്ടൻ്റെ ക്യാരക്ടർ. പുള്ളിയുടെ മകനാണ് കുഞ്ഞുണ്ണി. അജയ് ചന്ദൻ ചെയ്യുന്ന ഹീറോ ക്യാരക്ടർ അല്ലേ? യെസ്. കുഞ്ഞുണ്ണി ജയിലിലായിരുന്ന കാലത്താണ് അവൻ്റെ കാമുകിയായിരുന്ന ശാരദയെ ചേട്ടൻ വെപ്പാട്ടിയാക്കി മാറ്റുന്നത്. ഈ അച്ഛൻ-മകൻ ഫൈറ്റ് ആണല്ലോ ഇതിൻ്റെ ഒരു ബേസ്. അപ്പൊ ജയിലിൽ നിന്ന് വരുന്ന കുഞ്ഞുണ്ണി നേരെ വീട്ടിലേക്ക് വരുന്നു. ശാരദയെ വിളിച്ചുകൊണ്ട് പോകാനാണ് അയാൾ വരുന്നത്. പക്ഷെ ശാരദ പോകാൻ തയ്യാറില്ല. അതാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന സീൻ. ഓക്കെ, മാറ്റി. നമസ്കാരം. കൊച്ചിന്ന് വിട്ടിട്ട് 3 മണിക്കൂർ ആയില്ലല്ലോ അജയൻ സാറേ. സമ്മതിക്കുന്നു ചേട്ടാ. ഇടയ്ക്ക് കരുനാഗപ്പള്ളിയിൽ ഒരു ബ്ലോക്ക്, അതില്ലായിരുന്നേ 2.5 സൂക്ഷ്മം. നല്ല വണ്ടിയാ. വലിവെങ്ങനെയാ? സ്റ്റൈലും പുള്ളിങ്ങാ, പക്ഷെ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. മൈലേജ് എന്നാ കിട്ടും? ഓ, എങ്ങനെ മൈലേജേ? എന്റെ സാമൂലി ഇതൊക്കെ ആരാ നോക്കുന്നത്? മൈലേജ് മണ്ണാകട്ടെ. ഈ ഷോർട്ട് ട്രോളി നമുക്ക് സെപ്പറേറ്റ്. ഇതായിരുന്നു സെറ്റെങ്കിൽ നമ്മുടെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പറയായിരുന്നു. ഞാൻ ഡയറക്ടറോട് ചോദിച്ചതാ, പക്ഷെ പുള്ളിക്കാരൻ മനസ്സിൽ ഈ സ്ഥലം കണ്ടുപോയിന്ന്. സംവിധായം മനസ്സിൽ കാണുന്ന പ്രൊഡ്യൂസർക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. നമസ്കാരം ചേട്ടാ. ആ, ഡയറക്ടർ സാർ, ഇതെന്തോന്ന് തൊപ്പി? സെറ്റപ്പ് ഒക്കെ മാറിപ്പോയി. ഇവനാ ക്യാമറാമാൻ? ഇൻഡിപെൻഡന്റ് ആയേ? ആയി സർ. എടുത്താ പതിയോ? വർമ്മ സാർ, നമസ്കാർ. നമസ്കാരം. ഒന്ന് വന്നേ. മണമ്പള്ളി തമ്പുരാൻ. ആരാ കുറച്ച് കൂടിയോ? ആരാ മേക്കപ്പ്? നമ്മുടെ ശിവൻ ചേട്ടൻ. ആ, ചുമ്മാതല്ല. ഇവന്മാർക്ക് പന്ന സിംഗോയിട്ട് മാത്രമേ അറിയത്തുള്ളൂ. മാർക്കറ്റിൽ എന്തോരം നല്ല മെറ്റീരിയൽസ് കിട്ടാനുണ്ട് വേറെ. കണ്ണിന്റെ താഴത്തെ ആ ഷെയ്ഡ് അല്പം കുറയ്ക്കണം. ആളിന്റെ ഒരു ക്രൂരത അതാണ് മുഖത്തുണ്ടാവേണ്ടത്. ഇതൊരു മാതിരി. ഹലോ സർ. അനിത, നമ്മുടെ ഹീറോയിൻ. I know. She looks quite different and very pretty. താങ്ക് യു സർ. By the way, I've seen your movie. Of course, I didn't like it, but you did a good job. വിച്ച് മൂവി സർ? That one with Prabhu.
ഓ കാർട്ടൂണിൽ വരും ഗീതം. ആ ആരാ ഇതിന്റെയൊക്കെ പേരോർത്ത് വെക്കുന്നത്? മൂർത്തി എങ്ങനുണ്ട്? ഗുഡ് സർ. ഇപ്പൊ കറക്റ്റ് കുഞ്ഞുണ്ണിയായി. അല്ല ക്ലൈമാക്സില് ശാരദയുടെ ക്യാരക്ടർ അച്ഛന്റെ ക്യാരക്ടറിനെ കൊല്ലാന്ന് പറഞ്ഞാൽ ഹീറോയിസം പോവില്ലേ നരേന്ദ്ര? അയ്യോ അങ്ങനെയല്ല, കൊല്ലുന്നത് കുഞ്ഞുണ്ണി തന്നെയാണ്. പക്ഷെ ശാരദ കത്തി ചോദിച്ചു വാങ്ങാണ്. ആത്മഹത്യയിൽ അവസാനിപ്പിക്കാൻ ശ്രമിച്ച ജീവിതം കൽത്തുറുങ്കി തീർക്കാൻ ഒരു അവസരം എനിക്ക് തരൂന്നും പറഞ്ഞു. ആ അതൊന്നുകൂടി ആലോചിക്കണം. ആരാ ശാരദയുടെ ക്യാരക്ടർ ചെയ്യുന്നത്? അത് മാത്രമല്ലേ ഇനി ഫിക്സ് ആവാനുള്ളൂ. ഈ സീനിൽ ഈ ഡ്രസ്സ് തന്നെയല്ലേ? അതെ. മൂർത്തി മീശയുടെ പീരിയലൊന്നും ശ്രദ്ധിച്ചോണേ. അല്ല നമ്മളിപ്പോ എടുക്കാൻ പോകുന്ന സീനിൽ ശാരദ ഇല്ലേ? വൈറ്റിലെ നമ്മുടെ ഫ്രണ്ടിന്റെ പ്രോപ്പർട്ടി നോക്കിയിരുന്നല്ലോ, അതെന്തോ ആയി? അതിനിടയിൽ ആരോ പറഞ്ഞു കാക്കനാട് 5 ഏക്കർ സ്ഥലം വാങ്ങിയെന്ന്. നോക്കണേ. കുഴപ്പമാണ്. കാര്യം അറിഞ്ഞാൽ സംഗതി പ്രശ്നമാകും. ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ ഏറ്റവും ലാഭകരമായ കച്ചവടമായിരിക്കും റിയൽ എസ്റ്റേറ്റ്. കാക്കനാട് ഒരു കാട് പ്രദേശമല്ലേ? അതിപ്പോ അതങ്ങ് മാറും. കൊച്ചി വളർന്ന എങ്ങോട്ടാടോ? കായലിലേക്കോ? കാക്കനാട് നല്ല ഉറപ്പുള്ള മണ്ണാ. ഇനി അങ്ങോട്ടാ ഭാവിയിൽ ഡെവലപ്മെന്റ്. നരേന്ദ്ര താൻ പറഞ്ഞില്ല ആരാ ശാരദയുടെ ക്യാരക്ടർ ചെയ്യുന്നത്? അത് പലരെയും ട്രൈ ചെയ്തിരുന്നു. ഇമേജ് പ്രോബ്ലം പറഞ്ഞ് മാറി. ചേട്ടന്റെ ഹീറോയിൻ വരേണ്ടത് കേൾക്കുമ്പോൾ പലർക്കും ബാക്കി കഥ കേൾക്കണ്ട. എന്നിട്ട് ഇപ്പൊ ആരാ ചെയ്യുന്നത്? മാളവിക. മൂർത്തി വണ്ടി എടുക്കാൻ പറ.